പറയുന്നത് അതെ സൈഡുകൾ, അതായത് രണ്ട് ട്രയാങ്കിളുകൾ ഉള്ളപ്പോൾ അതിന്റെ ഒരു ട്രയാങ്കിളിന്റെ സൈഡ് മറ്റേ ട്രയാങ്കിളിന് ഈക്വൽ ആണെങ്കിൽ നമുക്ക് ആ ട്രയാങ്കിളിനെ എന്തെന്ന് പറയാൻ കഴിയും? ഈക്വൽ ട്രയാങ്കിൾ എന്ന് പറയാൻ കഴിയും അല്ലേ? ഇനി ഇതിന്റെ സൈഡുകളെല്ലാം അതിന്റെ ആംഗിളുകളാണ് ഈക്വൽ എങ്കിൽ അതിന് ഈക്വൽ ട്രയാങ്കിൾ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? 8ൽ പഠിച്ചിട്ടുണ്ട്. അപ്പോ ഈക്വൽ ട്രയാങ്കിൾസ് ആകുമ്പോഴത്തേക്കും സൈഡുകൾ ഈക്വൽ ആണെന്ന് പറയും. സൈഡുകൾ ഈക്വൽ ആണെങ്കിൽ എന്തും ഈക്വൽ ആകുമെന്ന് പഠിച്ചു. അതെ, ആംഗിൾസ് ഈക്വൽ ആകുമെന്ന് പഠിച്ചു. പക്ഷേ ആംഗിളുകൾ ഈക്വൽ ആണെങ്കിൽ സൈഡുകൾ ഈക്വൽ ആകണമെന്നുണ്ടോ? ഇല്ല. ഈ ട്രയാങ്കിളിൻ്റെത് ഇപ്പോ 40, 80, 60 എന്ന് വെച്ചു. അതേപോലെ ഈ ട്രയാങ്കിളിൻ്റെതും 40, 80, 60. ഈ ട്രയാങ്കിളുകളുടെ ആംഗിളുകൾ സെയിം അല്ലേ? പക്ഷെ ഇത് ഈക്വൽ ട്രയാങ്കിളുകളാണോ? അല്ല. അത് ഈക്വൽ ട്രയാങ്കിളുകൾ അല്ല, പക്ഷെ ആംഗിളുകൾ സെയിം ആണ്. കാണാൻ ഒരുപോലെ ഇല്ലേ? അതുകൊണ്ട് നമുക്ക് ആ ട്രയാങ്കിളിന് ഒരു പേര് പറയാം. എന്ത് പേരാ പറയുന്നത്? സിമിലർ ട്രയാങ്കിൾ. അപ്പൊ നമ്മുടെ ചാപ്റ്ററിന്റെ പേരും അതാണ്. എന്താണെന്ന്? സിമിലർ ട്രയാങ്കിൾ. ഓക്കെ, അപ്പൊ ടീച്ചർ 2 പേപ്പർ കട്ടുകൾ എടുത്തിട്ടുണ്ട്. നോക്കിയേ, ഇത് രണ്ടും ഒരുപോലെ ഇല്ലേ? അപ്പൊ ഇതിന്റെ ആംഗിളുകൾ സെയിം ആണല്ലേ? കാണാൻ ഒരുപോലെ ഉണ്ട്. അപ്പൊ ഇനി ഇതിന്റെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നോക്കിയോ, ഇത് ഈക്വൽ ട്രയാങ്കിൾ ആണോ? അല്ല. ഇനി നോക്കിയേ, ടീച്ചർ ഇതിന്റെ ടോപ്പിനെ അലൈൻ ചെയ്യുക. കണ്ടോ? ആ ബാക്കിലുള്ളത് കവർ ചെയ്തേക്കുന്നത് കണ്ടോ? ആ വയലറ്റ് ഫുള്ള് പോയില്ലേ? അപ്പോ ഇതിന്റെ ടോപ്പ് വശം ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിന്റെ ബോട്ടം വശം കണ്ടോ? ഈ രീതിയിൽ വരുന്നതിന് നമ്മൾ എന്ത് പറയും? അതെ, വെരി ഗുഡ്, പാരലൽ എന്ന് പറയും അല്ലെ? പാരലൽ ലൈൻസിന്റെ പ്രത്യേകതകൾ വെച്ചുകൊണ്ട് നമുക്ക് ഇതിനെ പറയാം. ഈ ലൈൻസിനെ ഒന്ന് പറയാൻ പറ്റുമോ? വെരി ഗുഡ്. അപ്പോ ഞാൻ നോക്കിയേ, അതിന്റെ റേഷ്യോസ് തുല്യമാക്കാൻ പറ്റും അല്ലെ? നമുക്ക് നോക്കാം. ഇപ്പൊ ഈ വലിയ ട്രയാങ്കിളിനെ ഈ ട്രയാങ്കിളാണ് ഇതെന്ന് വെച്ചോ. ഓക്കെ, അപ്പോ ഒന്ന് 40, 60, 80. അതിനെ ABC എന്ന് ഞാൻ കൊടുക്കും. അതുപോലെ ഈ ചെറുത് ഇതുമാണെന്ന് വിചാരിക്കാം. അതിന് PQR എന്ന് പേര് കൊടുക്കും. അപ്പോ ഞാൻ ഇവിടെ ഇതിനെ എന്ത് ചെയ്യുകയാണ്? ജോയിൻ ചെയ്യുകയാണ്, ടോപ്പ് കോഴ്സ്. അങ്ങനെ വരുമ്പോ ഇവിടെ ഒരു ലൈൻ കണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇത് വെച്ച് ഇതിനെയാണ് റേഷ്യോയിൽ പറയാൻ പറ്റുമോ? അതെ, റേഷ്യോയിലല്ല, ഫ്രാക്ഷൻ അല്ലേ? എങ്ങനെ പറയാം? ഈ സൈഡ് സിയും ആറും. അപ്പോ സിയും ആറും എങ്ങനെ പറയും? R/C എന്ന് പറയത്തില്ലേ? പറയാം. ഇത് ഏതിന് ഈക്വൽ ആക്കാം? ഏതിന് ഈക്വൽ ആകും ആ റേഷ്യോ? നോക്കിയേ, ഈ രണ്ട് സൈഡ് അല്ലേ? ബിയും ക്യൂവും. എങ്ങനെ പറയാം? Q/B. ഇത് എവിടെ പഠിച്ച പ്രോപ്പർട്ടീസ് ആണ്? നമ്മൾ പാരലൽ ലൈൻസിൽ പഠിച്ച പ്രോപ്പർട്ടീസ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇനി തിരിച്ച് ഇതേ കാര്യം ഞാൻ ഈ 40 ഡിഗ്രിയിൽ കൊണ്ട് വയ്ക്കുക. ഇനി ഇത് വെച്ച് ഇതൊന്ന് പറഞ്ഞേ. അതെ, എയും പിയും അല്ലെ? P/A. P/A ഇതേടാ? ഈക്വൽ ടു Q/B. വെരി ഗുഡ്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും വെച്ചുകൊണ്ട് നമുക്ക് ഇതിനെ എങ്ങനെ പറയാം? P/A ഈക്വൽ ടു Q/B ഈക്വൽ ടു R/C എന്ന് നമുക്ക് പറഞ്ഞൂടെ? ഓക്കെ, ഇവിടെ R/C Q/B ക്ക് ഈക്വൽ ആണ്. R/C Q/B ക്ക് ഈക്വൽ ആണ്. അതുപോലെ തന്നെ എന്താണ്? P/Q ഏതിന് ഈക്വൽ ആണ്? Q/B ഈക്വൽ ആണ്. Q/B P/A ക്ക് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് മൂന്നും തുല്യമാണെന്ന് നമുക്ക് പറഞ്ഞൂടെ? അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ എങ്ങനെ പറയാം? ടീച്ചർ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്കിയേ.
the sides in the order of length are in same ratio. ഇവിടെ കണ്ടിട്ട് അത് മനസ്സിലാവുന്നുണ്ടോ? എന്താ പറഞ്ഞിരിക്കുന്നത്? In triangles with the same angles. ഇത് രണ്ടിലും സെയിം ആംഗിളുകളല്ലേ? 40, 60, 80 വെച്ചല്ലേ പറഞ്ഞിരിക്കുന്നത്? സെയിം ആംഗിളുകളാണെങ്കിൽ അതിന്റെ ലെങ്ത് എന്തായിരിക്കും? സെയിം റേഷ്യോയിലായിരിക്കും. P/A ഏതിന് ഈക്വൽ ആയിരിക്കും? Q/B ഈക്വൽ ആയിരിക്കും. അതുപോലെ ഏതിന് ഈക്വൽ ആയിരിക്കും? R/C. അങ്ങനെയാണെങ്കിൽ അവ തമ്മിലുള്ള റേഷ്യോ ഈക്വൽ ആണെന്നല്ലേ പറയുന്നത്? ഓക്കെ, അതായത് P/Q/R എന്ന് പറയുന്നത് A/B/Cക്ക് തുല്യമാണ്. മനസ്സിലായോ? ഇതാണ് ഇവിടെ നമ്മൾ പഠിക്കുന്ന പ്രോപ്പർട്ടീസ്. അപ്പോ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? ഈക്വൽ ട്രയാങ്കിൾസിന്റെ പ്രോപ്പർട്ടീസ് ആദ്യം പറഞ്ഞു. അത് നമ്മൾ പഠിച്ചതിനെ ഒന്ന് നമ്മൾ റിവൈൻഡ് ചെയ്തു അല്ലേ? അത് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്തത്? സിംഗിൾ ട്രയാങ്കിൾ പഠിച്ചത്. സിംഗിൾ ട്രയാങ്കിൾസിൽ എന്തായിരിക്കും? ആംഗിൾസുകൾ ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ അത് വെച്ചുകൊണ്ട് ഒരു പ്രോപ്പർട്ടി പഠിച്ചു. എന്താണ്? ഈക്വൽ ട്രയാങ്കിൾസിന്റെ സിമിലർ ട്രയാങ്കിൾസിന്റെ ആംഗിൾസ് സെയിം ആയിരിക്കുമ്പോൾ അതിന്റെ സൈഡ്സ് എന്തായിരിക്കും? പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ നമ്മൾ ഈ പഠിച്ച ചാപ്റ്ററിന്റെ പേരെന്താണ്? സിമിലർ ട്രയാങ്കിൾ. ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു.